ഹലോ ഗായ്സ്, നമുക്കിതിൻ്റെ ചിക്കൻ റോസ്റ്റായാലോ. വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി. അടുത്തായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോഴേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ആ പച്ച മണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നോക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ലതുപോലെ സവാള വാടി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടക്കി വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ലതുപോലെ തക്കാളി വാടി കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. അതിപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച ചിക്കനാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാകും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.